പാചകവാതക ദൗർബല്യം രൂക്ഷമായതോടെ ഇൻഡക്ഷൻ അടുപ്പുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചു. നിരവധി ആളുകളാണ് പുതിയ ഇൻഡക്ഷൻ കുക്കറുകൾ വാങ്ങാൻ ഷോറൂമുകളിലേക്ക് എത്തുന്നത്. കോഴിക്കോട് നിന്നും സലാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഈ പാചകവാത സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമായതോടുകൂടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിനാണ്. ഞങ്ങളുള്ളത് കോഴിക്കോട് മൈജിയുടെ ഒരു ഷോറൂമിലാണ്. അവിടെ ഇൻഡക്ഷൻ കുക്കറിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ്, ആളുകളുടെ കൂടുതൽ എൻക്വയറി വരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മൈജിയിലെ ഒരു സ്റ്റാഫ് ബിൻസി എന്ന് പറയുന്നവരാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഡിമാൻഡ് വരുന്നത്? നമുക്ക് ഈ ഒരു 2 വീക്സിലായിട്ടാണ് നമുക്ക് കൂടുതൽ പറയുക. ഈ ഒരു വീക്കിൽ നല്ല രീതിയിലാണ് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തന്നെ നമുക്ക് ഇതുവരെ ഉണ്ടായതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ആളുകൾക്കൊരു പേടി ഉണ്ടായിരുന്നു, ഭയങ്കര കറണ്ട് കൺസപ്ഷനാണ്. അതെ, നേരത്തെ കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ചാർജ് കൂടുന്നുള്ളൊരു പ്രശ്നമായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ അപേക്ഷിച്ച് അവർ കറണ്ട് ചാർജിൻ്റെ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടും അതിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 999 മുതലാണ്. വാർഡ്സിനും അതിനനുസരിച്ച് 1000 ബട്ടൺ ടൈപ്പ്, ടച്ച് ടൈപ്പ് അങ്ങനെ വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് അങ്ങനെ വരുന്നുണ്ട്. ആ ഒരു മോഡലാണെങ്കിൽ നമുക്ക് 1000 വാട്ട്സിനാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുമ്പം 1 അവർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവർ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കറണ്ട് ചാർജ്. അപ്പോൾ 1000 വാട്ട്സ് ഉള്ളൊരു ഇൻഡക്ഷൻ കുക്കർ ആണെന്നുണ്ടെങ്കിൽ 1 അവർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറണ്ട് ചാർജ് 1 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കസ്റ്റമർ ഓക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ ഗ്യാസിൽ തന്നെ കുക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നൊരു പേടി വന്നു തുടങ്ങിയില്ല? അതെ, തീർച്ചയായിട്ടും അവർ ചോദിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അവർ ആ ഒരു ടൈമിങ് ചോദിക്കുന്നുണ്ട്, ഗ്യാസിൽ വെക്കുന്ന ടൈമും അതുപോലെ തന്നെ ഇതിൽ വെക്കുന്നൊരു ടൈമും. നമുക്ക് ഗ്യാസിൽ നോർമലി ഗ്യാസ് സ്റ്റോവിൽ വെക്കുന്നതിനേക്കാൾ ഒരു 4 മിനിറ്റിനാണ് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലേക്ക് ജസ്റ്റ് ഒരു വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടൈമിങ്ങേ വരുന്നുള്ളൂ. അതും കൂടി കണക്കിലെടുത്തിട്ടാണ് അവർ ചോദിക്കുന്നത് തന്നെ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞത്. അതാകുമ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് അത് എല്ലാ പാത്രങ്ങളും നമുക്കതിൽ വെക്കാൻ പറ്റുന്ന കൂടിയാണ്. അപ്പോൾ ഈ ഒരു 2 ഇൻഡക്ഷനും ഇൻഫ്രാറെഡാണ് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡ് വന്നതിന് കൂടിയതിന് ശേഷം പുതിയ സ്റ്റോക്ക് ഇറക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് മൂവ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇൻഡക്ഷൻ കുക്കർ നല്ല മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കും ഒരുപാട് കളക്ഷൻസും ബ്രാൻഡിൻ്റെ എല്ലാ കളക്ഷൻസും 2 മോഡൽസ് ഒരുപാട് മോഡൽസ് ആയിട്ട് വന്നുകൊണ്ട് ബട്ടൺ ടൈപ്പും ടച്ച് ടൈപ്പായിട്ട് ഒരുപാട് മോഡൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡും ഉണ്ട് കേട്ടോ. അതിനൊരു ഡിഫറൻസ് എങ്ങനെയാണ്? ആദ്യം എത്രത്തോളം ഉണ്ടായിരുന്നു, പിന്നീട് ആ ഒരു ആളുകൾ ഈ എന്താ പറയുക വിറ്റ് പോകുന്ന സെയിലിൻ്റെ ഒരു കപ്പാസിറ്റി എത്രത്തോളം? കപ്പാസിറ്റി എണ്ണം ബൈ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 3-4 ആണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ദിവസം തന്നെ നമുക്കൊരു 10-15 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെയിലി നമുക്കിങ്ങനെ ഓരോ ബ്രാൻഡ് വൈസ്, അതിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വേറെ ഇൻഫ്രാറെഡ് വേറെ അങ്ങനെ തന്നെയാണ് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നല്ല സെയിലായിട്ട് പോകുന്നു. എന്തായാലും ഇൻഡക്ഷൻ കുക്കറാണ് ഇപ്പോൾ താരം. ഇത് യുദ്ധം വ്യാപിച്ചതോടുകൂടി അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ അനുരണനം എന്നോണം പാചകവാത സിലിണ്ടറുകൾക്ക് ഡിമാൻഡ് വന്നതോടെ അല്ലെങ്കിൽ ലഭിക്കാതെ ദൗർലഭ്യം വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറുകൾ വലിയ രീതിയിൽ ആളുകൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങുന്നതിന് വേണ്ടി കടയിലെത്തുന്നത് വർദ്ധിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ നിഖിൽ കോട്ടുള്ളിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.